ഫ്രണ്ട്സ് മെക്കോൺ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമാണ്. അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റീലിന് കീഴിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റി ഏരിയ എന്ന് പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ്, അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ മെറ്റൽസ്, അതുപോലെ തന്നെ പവർ തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ വലിയൊരു കമ്പനിയാണ്. അപ്പോൾ ഇതിലേക്ക് ഫിക്സ്ഡ് ടേം അടിസ്ഥാനത്തിൽ കരാർ അടിസ്ഥാനത്തിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളുകൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷറിനുള്ള വേക്കൻസികളുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസി ഉണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിലേക്കുള്ള സെലക്ഷൻ മെത്തേഡ് തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം എക്സ്പീരിയൻസ് ചോദിക്കുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എന്താണ് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നതുമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്നുണ്ട് വീഡിയോയിൽ. അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതാവുമ്പോൾ നമുക്ക് 62.5K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. 1K മുകളിൽ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ടിന് നമുക്ക് 1 lakhിലേക്ക് പെട്ടെന്ന് നമ്മുടെ ചാനൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം മെക്കോൺ ലിമിറ്റഡ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് കാണാം, മിനിസ്ട്രി ഓഫ് സ്റ്റീൽ എന്ന് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഫുൾ ടൈം ഫിക്സ്ഡ് ടെന്യൂർ, അതായത് FT എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. അത് ഫിക്സ്ഡ് ടേം അടിസ്ഥാനത്തിൽ കരാർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ്. ഇതിൽ നമുക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. ഓൺലൈൻ അപേക്ഷയുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ മറ്റൊരു സ്ഥാനത്ത് ഞാൻ പറയാം കേട്ടോ, അതിൻ്റെ എന്നാണ് ഡേറ്റ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നമുക്കിവിടെ കാണാം ആദ്യത്തെ ടേബിൾ വന്നിരിക്കുന്നത് ഒന്ന് പോസ്റ്റ് കോഡ്, അതിൽ ഓരോ കോളം വൈസ് നിങ്ങൾക്കിവിടെ കാണാം. നെയിം ഓഫ് ദ പോസ്റ്റ്, നമ്പർ ഓഫ് പോസ്റ്റ്, ക്വാളിഫിക്കേഷൻ, ദെൻ എക്സ്പീരിയൻസ്, ഇയർ ഓഫ് എക്സ്പീരിയൻസ്, ദെൻ ഏജ് ഇൻ മാക്സിമം, ദെൻ നിങ്ങൾക്ക് റെമ്യൂണറേഷൻ, അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് കോൺട്രാക്ട് പീരീഡ്. ഇത്രയും കാര്യങ്ങളാണ്. അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊന്നും കണ്ടു പേടിക്കേണ്ട. നമുക്കെന്താണ് 2 വർഷം മുതൽ 1 വർഷം, അതുപോലെ തന്നെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകൾ ഇതിലുണ്ട്. ഓക്കെ, അതിൽ ഞാൻ കുറച്ച് ഇതിൽ കാണിക്കാം നിങ്ങൾക്ക്. ഇതായതുണ്ടോ, ഇവിടെ ഒന്നും നമുക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പോസ്റ്റുകളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് 1 വർഷം മുതൽ 2 വർഷം വരെയൊക്കെ എക്സ്പീരിയൻസ് ചോദിക്കുന്ന ചില ഏതാനും പോസ്റ്റുകൾ അങ്ങനത്തെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എലിജിബിൾ ആണെന്ന് നോക്കാം. അപ്രന്റീഷിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്താണ് എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സിവിൽ, അതുപോലെ ഇലക്ട്രിക്കലൊക്കെ നിങ്ങൾക്ക് എന്താണ് BA or B.Tech ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 5 മുതൽ 10 വർഷം വരെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോസ്റ്റ് കോഡ് 4 വരെയുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് വരുന്നത് 50 ആണ്. അപ്പോൾ ഏജ് ലിമിറ്റ് ആണെങ്കിലും നമ്മുടെ എക്സ്പീരിയൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് അതിൻ്റെ ഒരു കട്ട് ഓഫ് ഡേറ്റ് പറയുന്നത് ഇതാണ്. നിങ്ങൾക്കിവിടെ കാണാം 15/6/2024 എന്ന് പറയുന്ന ഡേറ്റ് ആണ്. ആ 15/6/2024 നമുക്ക് ഏജ് ഒക്കെ കണക്കാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ. ഇതിനടുത്ത് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റ് ഇവിടെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. അതിൽ പോസ്റ്റ് കോഡ് 5ഉം 6ഉം ഇൻസ്ട്രുമെൻറ്റേഷൻ തന്നെയാണ്. അപ്പോൾ അതിൽ 2 വേക്കൻസി മുകളിലും 1 വേക്കൻസി അടിയിൽ നിങ്ങൾക്ക് കാണാൻ 3 വേക്കൻസി ടോട്ടൽ അതിൽ വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾക്ക് BA or B.Tech ഒക്കെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് വേണം. അപ്പോൾ നിങ്ങൾക്ക് 2 വർഷത്തെ എന്താണ് അപ്രന്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി 1 വർഷത്തെ അപ്രന്റീഷിപ്പ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഏജ് ലിമിറ്റ് 50 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൻ്റെ സാലറിയും കൂടെ കാണാൻ 40,050 രൂപയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, 3 വർഷത്തേക്കാണ് നമ്മൾ നിയമിക്കുക. അടുത്ത നിൽക്കണം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കലാണ്. 4 വേക്കൻസി ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിൽ ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷം നമുക്ക് എക്സ്പീരിയൻസ് വേണം. സെയിം സാലറി തന്നെയാണ്, 2 വർഷത്തേക്ക് നിയമനം. ഇതിനടുത്ത് ജൂനിയർ എഞ്ചിനീയർ ഡിസൈൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് സിവിലോ അല്ലെങ്കിൽ മെക്കാനിക്കലോ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിലോ എന്താണ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് എന്താണ് അപ്രന്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ നല്ലൊരു സ്കോപ്പാണ് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും വരും. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വലിയ നല്ല നല്ല കമ്പനിയിലേക്കൊക്കെ ഇത്തരം റിക്രൂട്ട്മെൻ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പെർമനൻറ്റ് വേക്കൻസി ഒക്കെ വിളിക്കും. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. എക്സ്പീരിയൻസ് ഉണ്ടാക്കി വെച്ചാൽ അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. നിങ്ങൾ കാണാം 42,800 ഓക്കെ. പിന്നെ 3 വർഷത്തേക്കാണ് ഇതിൻ്റെ നിയമനം. അടുത്ത ജൂനിയർ എഞ്ചിനീയർ ഡിസൈനിന് അടുത്തത് ഇതിലൊരു വേക്കൻസിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം കോമ്പിനേഷനാണ്. ഇതിൽ കെമിക്കലിന് പകരം മെറ്റലർജിയാണ് വന്നത് എന്നുള്ളതാണ് കേട്ടോ. ബാക്കിയൊക്കെ സെയിം ആണ്. 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി കേട്ടോ. 50 ഏജ് ലിമിറ്റ് എല്ലാത്തിനും 50 കേട്ടോ പറയുന്നത്. ജൂനിയർ എഞ്ചിനീയർ ഡിസൈൻ അടുത്തത് വരുന്നത് നമുക്ക് മെക്കാനിക്കൽ കെമിക്കൽ പ്രൊഡക്ഷൻ ആണ്. ഇതിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 1 വർഷം മതി എക്സ്പീരിയൻസ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം കേട്ടോ. ജസ്റ്റ് എല്ലാം ഞാൻ പറഞ്ഞ വീഡിയോ കുറേ ഉണ്ട് പറയാൻ, അതുകൊണ്ടാണ്. ജൂനിയർ എഞ്ചിനീയർ സിവിൽ നിങ്ങൾക്ക് എന്താണ് സിവിൽ എഞ്ചിനീയറിംഗിൽ
BTech അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാം, BSc സിവിൽ എഞ്ചിനീയർ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1 വർഷം എക്സ്പീരിയൻസ് മതി. അതൊക്കെ അപ്രൻറ്റീഷിപ്പ് ചെയ്തവരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. കാരണം നമ്മൾ മിനിമം 1 വർഷം ഡ്യൂറേഷനുള്ള അപ്രൻറ്റീഷിപ്പ് ആണല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ 1 വർഷം എന്നുള്ളതിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലെ ഫ്രഷർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്രൻറ്റീഷിപ്പ് വെച്ച് അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. ഓക്കെ, അപ്പോൾ അപ്രൻറ്റീഷിപ്പ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയാറ്. കാരണം അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇൻറ്റേൺഷിപ്പ് പോലെയല്ല, അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെയ്യണം എന്നുള്ളത് കേട്ടോ. ഇതിൽ 3 വർഷത്തേക്കാണ് അതൊക്കെ നിയമനം വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്പർ ഓഫ് ഇത് നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ഇതിനടുത്ത് നിങ്ങൾക്ക് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളതാണ്. അത് ഈ പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് BTech അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് BSc സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞവരാണെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ വിവിധ പിന്നെ 5 വർഷത്തിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെയൊക്കെ നിങ്ങൾ നോക്കട്ടോ. 13 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതൊക്കെ ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ലെങ്ത്ത് കൂടും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു കുറഞ്ഞ ആളുകളെല്ലാം ഉണ്ടാകും. അവർ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അത് വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് 5 വർഷം 9 വർഷം അങ്ങനെയൊക്കെയാണ് എക്സ്പീരിയൻസ്. ഇതിനടുത്ത പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ ജൂനിയർ എഞ്ചിനീയർ IT ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിലോ അല്ലെങ്കിൽ IT നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി കേട്ടോ. ഇതിൽ നമുക്ക് പറയുന്ന 50 ഏജ് ലിമിറ്റ് വരുന്നത്, 42,800 1 വർഷത്തേക്കാണ് നിയമനം കേട്ടോ. അത് 1 വർഷത്തേക്കാണ് ഇനീഷ്യലി പോസ്റ്റ് ചെയ്യുന്നത്. ഇതിനടുത്ത് നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് 21, 22 എക്സിക്യൂട്ടീവ് HR ആണ്. ഇതിൽ നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കുണ്ട്, 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് PG ഡിഗ്രി ഒരു PG ഡിപ്ലോമ ആണ് 2 വർഷത്തെ ഡ്യൂറേഷനുള്ള. അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന MBA അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ MA ആണ്. സ്പെഷ്യലൈസേഷൻ ഇതായിരിക്കണം, HRMO അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റിലോ IRലോ അല്ലെങ്കിൽ ലേബർ മാനേജ്മെൻറ്റിലോ ഒക്കെ ആയിരിക്കണം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ HRD ലേബർ വെൽഫെയർ ഇതിലേതെങ്കിലും നിങ്ങൾ സ്പെഷ്യലൈസേഷനോട് കൂടി മുകളിൽ പറഞ്ഞ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതൊരു വർഷത്തേക്കാണ് നിയമനം ഉണ്ടാകുക. ഇതിനടുത്ത് വരുന്നത് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്കൂടെ കാണാം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ്. അപ്പോൾ ഇതിൽ ഇപ്പം സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ അവർക്ക് ഈ അപ്രൻറ്റീഷിപ്പിൻ്റെ കാര്യം അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് എന്താണ് അപ്രൻറ്റീഷിപ്പ് ഉണ്ടായിരിക്കാം, പക്ഷെ അവർ എക്സ്പീരിയൻസ് വേണ്ടെന്ന് വിചാരിച്ച് അവർ അപ്ലൈ ചെയ്യാൻ അവർക്ക് ഈ പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്നുകിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഫുള്ളായിട്ട് റീഡ് ചെയ്യുക കേട്ടോ, കാരണം അവസരങ്ങൾ പിന്നീട് വരില്ല. ഇതിനടുത്തത് നമുക്ക് ഇവിടെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഏതെങ്കിലും വിഷയത്തിലുള്ള ഏതെങ്കിലും ഡിസിപ്ലിനിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ പറയുന്ന 25 എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസിപ്ലിനിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് എനി ഡിസിപ്ലിനാണ് പറയുന്നത് കേട്ടോ. ഇനി അതല്ല നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷനും വിത്ത് MBA ഉള്ളവരാണെങ്കിലും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ്. ഓക്കെ, 3 വർഷത്തേക്കാണ് നിയമനം. ഇതിനടുത്ത് ഈ പറയുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ നിൽക്കുകയാണ് റിഫ്രാക്ടറീസിലേക്കാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് സെറാമിക് എഞ്ചിനീയറിംഗിലുള്ള ബിരുദമാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. 3 വർഷത്തേക്കാണ് നിയമനം വരുന്നത്. പിന്നെ അടുത്ത് വരുന്നത് 2 വർഷത്തേക്കുള്ള എക്സ്പീരിയൻസിൻ്റെ തന്നെയാണ്. അടുത്ത് നിങ്ങൾക്ക് കാണാം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ അല്ലെങ്കിൽ സെറാമിക് എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് 3 വർഷത്തേക്കാണ് നിയമനം വരുന്നത്. ഇതിനടുത്ത 2 വർഷത്തിൻ്റെ വരുന്നത് നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എസ്റ്റേറ്റ് ആണ്. നിങ്ങൾക്കൂടെ കാണാം MBA ആണ്. ഏതെങ്കിലും സ്പെഷ്യലൈസേഷൻ മതി കേട്ടോ. ജസ്റ്റ് MBA ഉണ്ടാകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് MBA ഉണ്ടായിരിക്കുക. ജസ്റ്റ് MBA ഏത് സ്പെഷ്യലൈസേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 3 വർഷത്തേക്കാണ് നിയമനം. പിന്നെ അത് 10 വർഷം മുതലൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉള്ളതാണ്ട് നമ്മളത് നോക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളും വിവിധ ഡിസിപ്ലിൻ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, 3 വർഷത്തേക്കുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. BSc BE ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ MSc ഒക്കെ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ നോക്കേണ്ട എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ്. ഇതിനടുത്ത് നിങ്ങൾക്ക് കൂടെ കാണാം ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ് കേട്ടോ ഇത്. ഓക്കെ, ഇത് നമ്മുടെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അതായത് അപ്രൻറ്റീഷിപ്പിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നും വേണ്ട. നിങ്ങൾക്ക് ഫ്രഷറായുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം കഴിഞ്ഞവർക്ക് ജൂനിയർ എഞ്ചിനീയർ സിവിലിലേക്ക് അപ്ലൈ ചെയ്യാം. 1 വേക്കൻസിയാണ്. യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. 2 വർഷത്തേക്കാണ് നിയമനം. അടുത്തത് നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ആണെങ്കിൽ ഇതിലും യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. മെക്കാനിക്കൽ എഞ്ചിനീയർ ബിരുദം കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ 2 വേക്കൻസിയാണ്. ഇതിനടുത്ത് നിങ്ങൾക്ക് 2 വർഷം എക്സ്പീരിയൻസ് വേണം. അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ബിരുദം കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. 2 വർഷത്തേക്കാണ് നിയമനം. അടുത്ത 2 വർഷം എക്സ്പീരിയൻസ് ചോദിക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ബിരുദം കഴിഞ്ഞവർക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അടുത്ത വരുന്ന അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് കൂടെ കാണാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അതിൽ നമുക്ക്
2 ഇയർ റെഗുലർ കോഴ്സ് ഇൻ MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് PG PMO അല്ലെങ്കിൽ MBA ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് MMS ഈ ഫൈനാൻസിലായിരിക്കണം സ്പെഷ്യലൈസേഷൻ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 2 വർഷത്തെ MBA അല്ലെങ്കിൽ ഈ പറയുന്ന PG PM അല്ലെങ്കിൽ പറയുന്ന MMS നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ സ്പെഷ്യലൈസേഷൻ വേണ്ടത് ഫൈനാൻസിലുള്ളവർക്കാണ് കുറച്ചും കൂടെ മുൻഗണന കേട്ടോ. ബാക്കിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഫൈനാൻസിലുള്ളവർക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ പാടുള്ളവരാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കും കേട്ടോ. ഇതിൽ നമുക്ക് നിങ്ങൾക്കൂടെ കാണാം 2 വർഷത്തേക്കാണ് നിയമനം വരുന്നത്. അടുത്ത നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് മാർക്കറ്റ് റിസർച്ച് ആണ്, 2 വർഷത്തേക്കാണ് ഇതിൻ്റെ നിയമനം. മുകളിൽ പറഞ്ഞ അതേ സെയിം ക്വാളിഫിക്കേഷൻ തന്നെ കേട്ടോ. ഓക്കെ, 2 വർഷം ആണ് അതിന് എക്സ്പീരിയൻസ് ചോദിക്കുന്നത് കേട്ടോ. 2 വർഷത്തേക്കാണ് അതിൻ്റെ നിയമനം വരുന്നത്. ഇതിനകത്ത് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവിൽ തന്നെ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ എക്കണോമിക്സിൽ PG കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഗ്രാജുവേഷൻ ലെവലിൽ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവലിൽ മാത്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കുകയും നമ്മൾ എക്കണോമിക്സിൽ PGയും കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 2 വർഷത്തേക്കാണ് നിയമനം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്കൂടെ ഉണ്ട്. ടൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യും, കാരണം ഒരുപാട് ഉണ്ട്, ഇത് തീരൂല നമ്മളെല്ലാം പറഞ്ഞാലേ. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റയിലൊക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റാണ്. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ BA or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, 5 വർഷത്തേക്കാണ് നിയമനം വരുന്നത്. അപ്പം 5 വർഷത്തേക്കുള്ള നിയമനമുണ്ട്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മാർക്കറ്റിംഗ് ആണ്. ഇതിനടുത്ത് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഓർ മെറ്റലർജി ആണ്. ഇതിലേക്ക് യാതൊരു എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷറിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ മെറ്റലർജി എഞ്ചിനീയറിംഗിൽ ഇതിലേതെങ്കിലും BA or BTech ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. 5 വർഷത്തേക്കാണ് നിയമനം വരുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഏജ് ലിമിറ്റ് 50 വയസ്സാണ് കേട്ടോ. 50 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിനകത്ത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കോൺട്രാക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇതിൽ കാണാം 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ എഞ്ചിനീയർ BA or BTech ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടെ. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അടുത്ത നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിലാണ്. ഇതിലേക്ക് സിവിൽ എഞ്ചിനീയർ ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തേക്കാണ് നിയമനം. അടുത്ത വരുന്നത് നമുക്ക് 5 വർഷത്തിൻ്റെ ആണ്. അതൊക്കെ നിങ്ങൾ നോക്കണം. 2 വർഷത്തിൻ്റെ ഇവിടെ ഉണ്ട് ഒന്ന്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പ്രൊജക്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 3 വേക്കൻസി ഉണ്ട്. അടുത്ത നിങ്ങൾക്ക് ഇവിടെ കാണാം യാതൊരു എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷറിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. CMA അല്ലെങ്കിൽ CA ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫൈനാൻസ് ആണ്. 5 വർഷത്തേക്കാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ നിയമനം വരുന്നത്. 42,800 സാലറി ഉണ്ടായിരിക്കും. ഇതിനടുത്ത് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് കൊമേഴ്ഷ്യലാണ്. ഇതിൽ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും 3 വർഷത്തേക്കാണ് നിയമനം. ഓക്കെ, 45-50 നമുക്ക് സാലറി ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത നിങ്ങൾക്ക് 3 വർഷത്തേക്ക് എക്സ്പീരിയൻസ് ഉള്ളതുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഡിഗ്രി ഇൻ മിനറൽ പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് MTech ഇൻ മിനറൽ പ്രോസസ്സിങ്ങോ അതിലൊക്കെ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടോ. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ഇതിനടുത്തത് നിങ്ങൾക്ക് കൂടെ കാണാം. ഇതൊക്കെ 3 വർഷത്തിൻ്റെ ആണ്. 3 വർഷത്തിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നോക്കട്ടോ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും വിഷയത്തിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യുന്ന വേക്കൻസികളുണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇതൊക്കെ 3 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ആണ് കേട്ടോ. ഇതിൽ സിവിൽ അതുപോലെ ഇലക്ട്രിക്കൽ തുടങ്ങിയിട്ട് വിവിധ ഡിസിപ്ലിനാണ് കേട്ടോ. അതിലേതെങ്കിലും മേഖലയായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. ഇതൊക്കെ 3 വർഷത്തൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ 6 വർഷത്തെ 2 മുതൽ 5 വർഷത്തെ ഉണ്ട്. 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾക്ക് ജിയോളജിയിൽ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് കേട്ടോ. 45 സെയിം നിങ്ങൾക്ക് സാലറി ഒക്കെ കാണാം. ഉയർന്ന സാലറി ഉണ്ട്. 3 വർഷത്തേക്കാണ്. ഇതിനടുത്ത് വരുന്നത് നമുക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിലേക്ക് ആർക്കിടെക്ചറൊക്കെ കഴിഞ്ഞവർക്ക് അതിന് കോമ്പിനേഷനൊക്കെ ആയിട്ട് പഠിച്ചവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിനടുത്ത 2 വർഷത്തെ എക്സ്പീരിയൻസ് സിവിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതിൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് എന്നാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഓരോരോ പോസ്റ്റ് വൈസ് കോഡൊക്കെ മാറും. ജസ്റ്റ് നിങ്ങൾക്ക് കൂടെ കാണാം. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ തന്നെ വിവിധ കാറ്റഗറിയിൽ വിളിച്ചിട്ടുണ്ട്. അതാണ് ഇതിനടുത്ത് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ വിവിധ പ്രൊജക്റ്റിലേക്കും വിവിധ യൂണിറ്റിലേക്കൊക്കെയാണ് വേക്കൻസി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണത് സെയിം പോസ്റ്റുകളെ നിങ്ങൾക്ക് ഓരോരോ വേക്കൻസികളൊക്കെ ആയിട്ട് ഇതിൽ കാണുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇതൊക്കെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റുകളാണ്. ഇതിന് 1 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് 3 വർഷത്തേക്കാണ് നിയമനം. 42,800 സാലറി വരുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റ് ഉണ്ട്. ഇതിലും കാണാം. ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതിൽ ഓക്കെ, പോളിടെക്നിക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് 41,190 3 വർഷത്തേക്കാണ് നിയമനം. അടുത്തത് 2 വർഷത്തെ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലോ നിങ്ങൾക്ക് BA or BTech ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, 2 വർഷത്തേക്കാണ് നിയമനം വരുന്നത്. ഇത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അടുത്ത പോസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻസ്ട്രുമെൻറ്റേഷനാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ എഞ്ചിനീയർ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, 2 വർഷത്തേക്കാണ് നിയമനം വരുന്നത്.
അടുത്തത് നിങ്ങൾക്ക് കാണാം ഒരുപാട് പോസ്റ്റ് ഉണ്ട്, ഇത് പറഞ്ഞ് നമ്മൾ തീരുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു അടുത്ത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ കാണാം 2 വർഷത്തെ, അതൊക്കെ 2 വർഷത്താണ്. ജസ്റ്റ് നിങ്ങൾ നോക്കട്ടോ, ഡിഗ്രി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ നോക്കി പോയാൽ മതി. ഇതിനടുത്ത് വരുന്നത് നിങ്ങൾക്ക് 2 വർഷത്തിൻ്റെ, ഇതൊക്കെ 2 വർഷത്തിന്. അതിൽ സെറാമിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇതിനടുത്ത 2 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റിലേക്ക് നമുക്ക് ഏതെങ്കിലും വിഷയത്തിൽ എന്താണ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ കഴിഞ്ഞവർക്ക്, ഇനി ഏതെങ്കിലും ഡിസിപ്ലിനിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനടുത്ത 2 വർഷത്തിൻ്റെ കാണാം, അതൊക്കെ 2 വർഷത്തിൻ്റെ ആണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് ബികോം കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അത് നിങ്ങൾക്ക് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം ഇതിൽ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ അടിയിലുള്ള പോസ്റ്റും അത് തന്നെയാണ് കേട്ടോ, എനി ഡിസിപ്ലിനാണ് ഇവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഈ പറയുന്ന CSE അല്ലെങ്കിൽ IT അല്ലെങ്കിൽ EC ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തിൻ്റെ വീണ്ടും 2 വർഷത്തിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ആർക്കിടെക്ചർ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനടുത്ത് നിങ്ങൾക്ക് കൂടെ കാണാൻ 2 വർഷത്തിൻ്റെ, ഇതിലും നിങ്ങൾക്ക് എന്താണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനൊക്കെ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് കാണിക്കാം. 2 വർഷത്തിൻ്റെ നിങ്ങൾക്ക് അടുത്ത് കാണാം അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത് നിങ്ങൾക്ക് കൂടെ കാണാം നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ നമുക്ക് 3 വർഷത്തേക്കൊക്കെയാണ് നിയമനം. എല്ലാത്തിൻ്റെ ഏജ് ലിമിറ്റ് 50 ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ടയേർഡായത് പറഞ്ഞ് അതുകൊണ്ടാണ് ഒരു മടുപ്പ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ 2 വർഷത്തെ എക്സ്പീരിയൻസിൽ അടുത്ത പോസ്റ്റാണ് കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, സെയിം ഡിസിപ്ലിൻ തന്നെയാണ് അധികം വരുന്നത്. ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ ഡിസിപ്ലിനാണ് കേട്ടോ. അതുപോലെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഡിഗ്രി ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കേട്ടോ ഈ പറയുന്ന 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റിലേക്ക്. ഇതിനടുത്ത് നിങ്ങൾക്ക് 2 വർഷത്തെ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തുല്യമായുള്ള ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 10 മുതൽ പല കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇതിൽ ഇങ്ങനെ സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ടാവില്ല, നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. സ്റ്റാർ ഇട്ട് കൊടുത്തതിന് തുല്യമായിട്ടുള്ള ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. സിവിലാണെങ്കിൽ സിവിൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കോമ്പിനേഷൻ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഈ പറയുന്ന ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അതിൻ്റെ കോമ്പിനേഷനിലോ അല്ലെങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി 3 സ്റ്റാർ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കട്ടോ. ഓക്കെ, ഇനി അടുത്തതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യം നമ്മൾ പീരീഡ് ഓഫ് അപ്രന്റീഷിപ്പ് അണ്ടർ അപ്രന്റീഷിപ്പ് ആക്ട് ഷാൽ ബി കൺസിഡേർഡ് ഫോർ ദ പർപ്പസ് ഓഫ്, നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്പീരിയൻസ് ആയിട്ട് അത് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ഡ്യൂറേഷൻ, എത്ര വർഷം നമ്മൾ അപ്രന്റീഷിപ്പ് ചെയ്തു അത് നമുക്ക് എന്താണ് ഈ പറയുന്ന എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ട് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ 1 വർഷം അപ്രന്റീഷിപ്പ് ചെയ്തെങ്കിൽ നമുക്ക് അത് 1 വർഷം എന്താണ് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ 1 വർഷം എക്സ്പീരിയൻസ് ആയിട്ട് ചോദിക്കുന്ന പോസ്റ്റിലേക്കൊക്കെ എന്ത് ചെയ്യാം, അപ്രന്റീഷിപ്പ് ചെയ്തവർക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി 2 വർഷം എക്സ്പീരിയൻസ് ചോദിക്കുക ആ ഒരു പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം എക്സ്പീരിയൻസും പ്ലസ് 1 വർഷം എന്താണ് അപ്രന്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കട്ടോ. ഓക്കെ, ഇതിന് അപ്പുറം ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. 3 വർഷം OBC ആണെങ്കിൽ 53 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ അവർക്ക് 55 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 16/6/2015 തോന്നുന്നു അല്ലേ. ഓക്കെ, ഇതിൻ്റെ 15/6 കേട്ടോ, സോറി 15/6/2024 ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ്. കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഡേറ്റ് ആണ് കേട്ടോ. ആ ഡേറ്റിലേക്ക് നമ്മൾ എലിജിബിൾ ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്ലിക്കേഷൻ ഫീ ഉണ്ട് ഇതിലേക്ക്, നമുക്ക് 500 രൂപയാണ് അപേക്ഷാ ഫീസ്. ജനറൽ OBC അതുപോലെ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 500 രൂപ കൊടുക്കണം. എന്നാൽ SC/ST PWD എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ഇൻ്റർവ്യൂ മാത്രമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇപ്പം നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ എന്നാണ്. അപ്പോൾ കൂടുതൽ അപേക്ഷയും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, അത് മേ ബി ചേഞ്ച് ചെയ്യുന്ന പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ചിലപ്പം എക്സാമും ഒക്കെ വെക്കാം, അത് ഡിപ്പെൻസ് ഓൺ എന്താണ് അപേക്ഷക എണ്ണത്തിനൊക്കെ അനുസരിച്ചായിരിക്കും. പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും, നമ്മളെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ മെയിൽ വഴി നമ്മളെ അറിയിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റേർഡ് മെയിൽ ID നിങ്ങൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. പിന്നെ ഈ പറയുന്ന മെക്കോണിൻ്റെ വെബ്സൈറ്റിലും എന്ത് ചെയ്യും, അത് സബ്മിറ്റ് ചെയ്യും കേട്ടോ. മീൻസ് അവരത് അപ്ലോഡ് ചെയ്യും. ദെൻ ഇതിൻ്റെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് നമുക്ക് ഇന്ത്യയിൽ എവിടെയും വർക്ക് ചെയ്യുക എന്നുള്ള ആ രീതിയിലായിരിക്കണം, നമ്മളിതിലേക്ക് വില്ലിങ് ആയിരിക്കണം. ഇതിൻ്റെ വിവിധ പ്രൊജക്റ്റിലും ലൊക്കേഷനിലും ഓഫീസുകളിലൊക്കെ ആയിരിക്കും നമുക്കുള്ള വേക്കൻസി കാര്യങ്ങൾ. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് കളർ ഫോട്ടോഗ്രാഫ് വേണം, JPG ഫോമാറ്റിൽ 40 KB ഫയൽ സൈസ് കൂടാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ആളുകളുടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഒരുപാട് പേര് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം വരുന്നവർക്ക് ആദ്യം എന്നുള്ള മുൻഗണനയാണ് നമ്മൾ കൊടുക്കുന്നത്.
പിന്നെ നിങ്ങൾക്ക് സിഗ്നേച്ചർ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അത് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് പേന കൊണ്ട് നമ്മൾ സൈൻ ചെയ്തിട്ട് 40 KB കൂടാൻ പാടില്ല കേട്ടോ, JPG ഫോമാറ്റിൽ. പിന്നെ നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും, അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് PDF ഫോർമാറ്റ് ആക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് വേണ്ട നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റാണ്. രണ്ടാമത് നമ്മുടെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഏതാണ് വിചാരിച്ചാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താ വെച്ചാൽ അതിൻ്റെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഫൈനൽ അല്ലെങ്കിൽ ഫൈനൽ ഇല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നമ്മൾ PDF ഫോർമാറ്റാക്കി അപ്ലോഡ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് സെമസ്റ്ററിൻ്റെ അല്ലെങ്കിൽ അത് കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റ് ഉണ്ടാവുമല്ലോ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ, നമ്മുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ്റെ ആ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഒക്കെ ഫോട്ടോസ്റ്റാറ്റാണ് കേട്ടോ പറയുന്നത്. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നമ്മളിതിലേക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം PDF ആക്കിയിട്ട്. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പാൻ കാർഡ് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ നിങ്ങൾ OBC NCL അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സൊക്കെ ഈ പറയുന്ന ഏജ് റിലാക്സേഷനും പോസ്റ്റ് റിസർവേഷനൊക്കെ കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യണം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയത് അവരെന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ആ പറയുന്ന ആനുകൂല്യം കിട്ടണമെങ്കിൽ അത് അവർ ചെയ്യണം, അവരുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ. EWS ആണെങ്കിൽ അവർക്ക് ആ ആനുകൂല്യം കിട്ടണമെങ്കിൽ അവരുടെ ആ പറയുന്ന സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഓൺലൈനായിട്ട് ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നിങ്ങൾക്കൂടെ കാണാം 10/7/2024 മുതൽ. ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് 31/7/2024 ഓക്കെ. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 10/7/2024 മുതൽ 31/7 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ പ്രവേശിക്കുക. നിങ്ങൾക്കിവിടെ കാണാം MCOM ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴോട്ട് അങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. ഇവിടെ ഞാൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാം. ഇതിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഇതാ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആ ക്ലിക്ക് ചെയ്യുന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാം MCOM ലിമിറ്റഡ്, നിങ്ങൾക്കിവിടെ കാണാം റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഭാഗമാണ് നമുക്ക് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള ആ ഒരു ലിങ്ക് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങളുടെ പേരും മെയിൽ IDയും നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് നമ്മൾ മാനുവലായിട്ട് ഇതിൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൺഫേം പാസ്വേഡ് കൊടുക്കണം. എന്നിട്ട് നമ്മളങ്ങനെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കത് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ലല്ലോ. അപ്പം നിങ്ങൾ കൂടുതൽ വ്യൂസ് ഒക്കെ ഉണ്ടാണെങ്കിൽ നമ്മൾ ചെയ്യാം. നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാൻ. എല്ലാത്തിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. താങ്ക് യു.